friends, welcome to Shalom TV Little Hearts in association with Jesus Youth Kairos Buds. എല്ലാ കൂട്ടുകാർക്കും ഷാലോം ടിവിയും ജീസസ് യൂത്ത് കെയ്റോസ് ബഡ്സും ചേർന്നൊരുക്കുന്ന ലിറ്റിൽ ഹാർട്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു എപ്പിസോഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് പതിവ് പോലെ കിഡ്സ് വൈബ്സിലേക്ക് പോയാലോ? Come on guys, let's watch Kids Vibes. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. നീ രണ്ട് പാക്കറ്റ് കൊച്ചു കള്ളൻ ഒരു വർഷം ഭയങ്കര കൊതിയായില്ലടാ മൂന്നാമത്തെ മാഡം മിക്കവാറും കളയപ്പേരുള്ളതുകൊണ്ടായിരിക്കും. എന്താ ബിസ്ക്കറ്റ് ഞാൻ എടുത്ത പൊടിഞ്ഞു പോയിരുന്നു. കണ്ട ഈ സംഭവം ഭയങ്കര ടേസ്റ്റ് മറ്റേ ബോൾ പോലെ എടാ അതാടാ ചോക്കോ ചിപ്പ്. ഇല്ലെങ്കിൽ പിന്നെ ഇതിന്റെ ടേസ്റ്റ് ഉണ്ടാവൂല. മെയിൻ സാധനം ചോക്കോ ചിപ്പ. ഹലോ ഇനി ഇനി 2 ദിവസം കൂടെ ഉള്ളൂ IBC. ഹലോ ഞങ്ങൾ എന്താ ഇവിടെ? എടാ നമ്മുടെ പ്രോഗ്രാമിന്റെ ബിസ്ക്കറ്റ് കുറച്ച് തികഞ്ഞില്ല. 1-2 പാക്കറ്റ് കൂടി വേണം. ഞാനത് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. ഇതേതാ ബിസ്ക്കറ്റ്? അതേതാ നോക്കട്ടെ. ഇത് അവിടെ ഉണ്ടായിരുന്ന ബിസ്ക്കറ്റ് അല്ലേ? എടാ ഇത് നിങ്ങളുടെ കയ്യിൽ എങ്ങനെ വന്നടാ? ഇത് നിങ്ങൾക്കെല്ലാവർക്കും അവിടെ വെച്ച് തന്നതല്ലേ ബിസ്ക്കറ്റ്? നോക്കട്ടെ ഇതേതാ? 2 പാക്കറ്റ് ബിസ്ക്കറ്റ്. എടാ അപ്പൊ ഞാൻ ഇനി കടയിലോട്ട് പോകുന്നില്ല. നിനക്ക് ഇതെങ്ങനെ കിട്ടിയത്? ഈ ബിസ്ക്കറ്റ് എങ്ങനെ കിട്ടിയടാ? നിനക്ക് അവിടെ മേലെ വെച്ച് തന്നില്ലേ ബിസ്ക്കറ്റ്? എല്ലാരും കിട്ടി, പക്ഷെ ഇവൻ അടിച്ചു മാറ്റിയായിരുന്നു. 2 പാക്കറ്റ് ബിസ്ക്കറ്റ് പിടിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ചേട്ടനോട് അടിച്ചു മാറ്റാൻ സാധനം ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും തന്നതല്ല അവിടെ വെച്ച്. പിന്നെ ഇങ്ങനെ 2 പാക്കറ്റ് ഞാനിപ്പോ തികയാത്ത കൊണ്ട് വാങ്ങിക്കാൻ വേണ്ടി കടയിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. നിങ്ങൾ കൊള്ളാലോ ആൾക്കാര്. അവിടെ ഒരു 8-10-12 പിള്ളേര് ബിസ്ക്കറ്റ് കിട്ടാതെ വെയിറ്റ് ചെയ്യുവാണ് അവിടെ. അത് കുഴപ്പമില്ല, എന്തായാലും എടുത്തു. ഇനി അങ്ങനെ മേലെ ഇതുപോലെ ഒന്നും ചെയ്യരുത് കേട്ടോ. എന്താണെന്നറിയോ, അവിടെ കുട്ടികൾ അവിടെ വെയിറ്റ് ചെയ്യണല്ലേ. നമ്മൾക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ബിസ്ക്കറ്റ് അവിടെ വാങ്ങിച്ചു വെച്ചത്. നിങ്ങൾ കുട്ടികളാണ്, ഇഷ്ടമാണ്, പക്ഷെ നല്ല കാര്യം തന്നെയാണ്. ബിസ്ക്കറ്റ് കഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മറ്റുള്ളവർക്കും കൂടി കഴിക്കാനുള്ള സാധനം നമ്മൾ പാക്കറ്റുകൾ പടി ഇങ്ങനെ അടിച്ചു മാറ്റി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് കിട്ടാതെ വരും. അത് ഈ പ്രോഗ്രാമിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഒരുമിച്ച് കഴിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഇറച്ചിക്കറിയോ ചിക്കനോ മീൻ വറുത്തതോ അങ്ങനെ നല്ല നല്ല ഫുഡ് ബിരിയാണിയോ ഒക്കെ ഉള്ള സമയത്തൊക്കെ ഇപ്പോൾ കുഴിമന്തിയൊക്കെ കിട്ടുമ്പോഴത്തേനും നമ്മൾ അങ്ങോട്ട് പെട്ടെന്ന് എടുത്ത് വലിച്ചു വാരി കഴിക്കരുത്. അപ്പയ്ക്കുണ്ടോ അമ്മയ്ക്കുണ്ടോ ചേട്ടൻ അനിയത്തി അവർക്കൊക്കെ ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് വേണം നമ്മൾ കഴിക്കാനായിട്ട്. അങ്ങനെയല്ല നമ്മൾ ചെയ്യാറുള്ളത് അല്ലേ? അപ്പോൾ എല്ലാവരുമായിട്ടൊന്ന് പങ്കിട്ട് ഷെയർ ചെയ്തിട്ട് വേണം എല്ലാം കഴിക്കാനായിട്ട്. അപ്പോൾ അത് മറന്നു പോകരുത്. അത് തന്നെയല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനമാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ അങ്ങോട്ട് അടിച്ചു മാറ്റാമോ? കുറേ അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല. കൊതിയൊക്കെ കുറച്ചൊക്കെ അടക്കണം. നിങ്ങൾ ഇത്രയും വലിയ കുട്ടികളായില്ലേ, 8-ലും 9-ലും. നീ അടുത്ത വർഷം 10ാം ക്ലാസ്സിലാണ്. അപ്പോൾ കൊതിയൊക്കെ ഒന്ന് അടക്കി പിടിക്കണം അല്ലേ? പഠിച്ചിട്ടില്ലേ കാറ്റീസം ക്ലാസ്സിൽ? കൊതിക്ക് എന്താ വേണ്ടത്? അടക്കം വേണം, മിതഭോജനം വേണം. മനസ്സിലായോ? അപ്പോൾ ഭക്ഷണ സാധനങ്ങളാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും മറ്റുള്ളവർക്കും കൂടി നമ്മൾ ഷെയർ ചെയ്യണം. നല്ല കൊതിയുണ്ടെങ്കിൽ ആ കൊതിയൊക്കെ ഈ പ്രത്യേകിച്ച് ഈ നോമ്പിൻ്റെ കാര്യമൊക്കെ വരുമ്പോഴത്തേക്കും അതൊക്കെ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാനും കൂടി പറ്റും. മിതഭോജനം, അടക്കം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പഠിക്കണം കേട്ടോ. അപ്പോൾ ഞാനിനി കടയിലോട്ട് പോകുന്നില്ല, ഇതുകൂടെ കൊടുത്തോളാം. 2 പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ട്, എല്ലാവർക്കും കൂടി അത് മതിയാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യണം കേട്ടോ നല്ല കുട്ടികൾ. ഓക്കെ, കേട്ടോടാ, പറഞ്ഞ കേട്ടോ. അല്ല കുഴപ്പമില്ല, കുറ്റപ്പെടുത്തണ്ട. അവൻ അത് പെട്ടെന്ന് അങ്ങനെ ചെയ്തു പോയതാ. ഇനി അതങ്ങനെ ചെയ്യാണ്ടിരുന്നാൽ മതി. ഓക്കെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് നല്ല കുട്ടികളല്ലേ, കുഴപ്പമില്ലടാ. കൊതിയാണെങ്കിലും കുഴപ്പമില്ല, എനിക്കും കൊതിയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ഒന്ന് അടക്കി നിർത്തിയാൽ മതി. കുറച്ച് നാളത്തെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം, നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ ബൈ. അപ്പൊ ബൈ. ഇന്നത്തെ നമ്മുടെ സ്കിറ്റ് അടിപൊളിയായിരുന്നു അല്ലേ? നമ്മുടെ ലൈഫായിട്ടൊക്കെ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മെസ്സേജാണ് അവർ നമുക്ക് തന്നത്. എന്നാൽ നമ്മുടെ പുതിയ സെഗ്മെന്റ് ആയ ആർട്ട് ഗാലറിയിലേക്ക് പോയാലോ? ഇന്ന് എന്താണാവോ ആര്യ ചേച്ചി നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നത്? കമോൺ ഗൈസ്, ലെറ്റ്സ് വാച്ച് ആർട്ട് ഗാലറി. ഹായ് ഗൈസ്, നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. എൻ്റെ പേര് ആര്യ. അപ്പൊ നമ്മൾ ഇന്നൊരു പടം വരയ്ക്കാൻ പോവാ. നമ്മൾ ആരെയാ വരയ്ക്കാൻ പോകുന്ന അറിയാമോ? നമ്മളൊരു മാലാഖേനെയാണ് വരയ്ക്കാൻ പോകുന്നത്.
അപ്പൊ നിങ്ങക്ക് മാലാകമാരെ അറിയാവോ? നിങ്ങൾക്ക് അറിയാവോ നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമായിട്ട് ഓരോ കാവൽ മാലാകമാരെ ഈശോ തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടി ഈശോയുടെ മുന്നിൽ നമ്മുടെ ഓരോ ആവശ്യങ്ങളുടെ സമയത്തൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുമ്പോൾ നമുക്ക് കാവൽ നിൽക്കാനും ഒക്കെ നമുക്ക് ഓരോ കാവൽ മാലാകമാരെ ഈശോ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴോ അല്ല നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോഴോ അല്ല എന്തെങ്കിലും അപകടങ്ങൾ വരുമ്പോ ഒക്കെ നമ്മൾ ഈ കാവൽമാലാകനോട് പറയണം, കാവൽമാലാകെ എനിക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമെന്ന്. അപ്പൊ കാവൽമാലാക നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നൊരു മാലാകേനെ വരയ്ക്കാം. അപ്പൊ നമുക്ക് വരയ്ക്കാൻ വേണ്ടി വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു പേപ്പർ വേണം, പിന്നെ നമുക്കൊരു പെൻസിൽ വേണം, ഇറേസർ വേണം, പിന്നെ നമുക്ക് കളർ അടിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വേണം. ഓക്കെ, കളർ അടിക്കാൻ വേണ്ടി നിങ്ങളുടെ കയ്യിലുള്ള ക്രയോൺസോ കളർ പെൻസിലോ സ്കെച്ച് പെന്നോ എന്താണെന്ന് വെച്ച് ഉപയോഗിക്കാം. എൻ്റെ കയ്യിലുള്ളത് കളർ അടിക്കാൻ വേണ്ടിയിട്ട് മാർക്കറോ ഉള്ളത്. ഓക്കെ, അപ്പൊ പിന്നെ ഒരു ബ്ലാക്ക് കളർ സ്കെച്ച് പെൻ കൂടെ വേണം നിങ്ങളുടെ കയ്യിൽ. ഓക്കെ, അപ്പൊ നമുക്ക് വരയ്ക്കാൻ തുടങ്ങാം. നമ്മൾ കാവൽമാലാകനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സർക്കിളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സർക്കിൾ വരയ്ക്കാൻ അറിയത്തില്ലേ? അപ്പം നമ്മളൊരു വലിയ സർക്കിൾ വരയ്ക്കണം. അപ്പൊ നിങ്ങൾ വരയ്ക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, പക്ഷെ അത് സാരമില്ല, നിങ്ങൾ മായ്ച്ചിട്ടൊന്നും വരച്ചാൽ മതി. എനിക്കും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, അപ്പൊ ഞാൻ അത് മായ്ച്ചിട്ട് വീണ്ടും വരയ്ക്കും. ഓക്കെ, ഓക്കെ, നമ്മളൊരു സർക്കിൾ വരച്ചു. ഇതാണ് കാവൽമാലാകയുടെ തല. ഇനി നമുക്ക് കാവൽമാലാകയുടെ കണ്ണ് വരയ്ക്കാം. ഓക്കെ, അതിന് നമ്മൾ 2 കുഞ്ഞു സർക്കിൾസ് വരയ്ക്കണം. ഒരു കണ്ണ് വരച്ചു, അടുത്ത കണ്ണ് വരച്ചു. ഓക്കെ, ഇനി നമുക്ക് കാവൽമാലാകയുടെ എന്ത് വരയ്ക്കണം? ചുണ്ട് വരയ്ക്കണം. നമ്മുടെ വലിയ നന്നായിട്ട് ചിരിക്കുന്ന കാവൽമാലാക. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ വലിയ ചിരിച്ചിരിക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇങ്ങനെ ചിരിക്കുമ്പോ ഇങ്ങനെ കവിളൊക്കെ നല്ല പിങ്ക് ആയിട്ട് വരത്തില്ലേ? അപ്പൊ അതിനായിട്ട് നമുക്ക് 2 സർക്കിൾസ് വരയ്ക്കാം. ഓക്കെ, നമ്മൾ ഒരു കാര്യം വിട്ടുപോയി, നമ്മുടെ കാവൽമാലാകയുടെ കണ്ണിൽ നല്ല തിളക്കമുണ്ട്. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ C ഷേപ്പില് ഞാൻ വരച്ച് കാണിച്ചു തരാം. അതേപോലെ നമ്മൾ മുകളില് ഈ സൈഡിൽ ഇങ്ങനെ വരയ്ക്കണം. ഓക്കെ, ഇപ്പുറത്തെ കണ്ണിലും ഇങ്ങനെ വരയ്ക്കണം. താഴെ അതേപോലെ ഒരു C ഒക്കെ പോലത്തെ ഒരു വളഞ്ഞ ഷേപ്പില് ഇങ്ങനെ വരയ്ക്കണേ. ഇപ്പുറത്തും ഇങ്ങനെ വരയ്ക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഇത് എന്താന്ന് മനസ്സിലായില്ലെങ്കിൽ കളർ അടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് എന്താ വരയ്ക്കണ്ടേ? കാവൽമാലാകയുടെ ബോഡി വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ലൈൻ വരയ്ക്കണം. ഇങ്ങനെ ഇവിടുന്ന് താഴേക്ക് ഇങ്ങനെ ഒരു അകന്നൊരു ലൈൻ വരയ്ക്കണം. അത് നമുക്ക് ഈ സൈഡിൽ വരയ്ക്കണേ. ഓക്കെ, ഇനി ഇപ്പുറത്ത് അതേപോലെ ഇങ്ങനൊരു ലൈൻ വരയ്ക്കണം. നിങ്ങൾ വരയ്ക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മായ്ച്ചിട്ട് ഒന്നുകൂടെ വരയ്ക്കാവേ. എന്നിട്ട് നമ്മൾ ഈ ഉടുപ്പ് ഇങ്ങനെ കൂട്ടി മുട്ടിക്കണം ഇങ്ങനെ. ഓക്കെ, ഓക്കെ, നമുക്ക് കാവൽമാലാകയുടെ കൈയും കാലും വരയ്ക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ലൈൻ വരയ്ക്കാൻ അറിയത്തില്ലേ? നിങ്ങൾ ഇങ്ങനൊരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കണം. എന്നിട്ട് കാവൽമാലാകയുടെ കൈയായിട്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കണം. ഇനി അതേപോലെ നമ്മൾ ഇപ്പുറത്തുനിന്ന് ഒരു കൈ വരയ്ക്കണം. ഓക്കെ, നമ്മുടെ കാവൽമാലാക ഡാൻസ് കളിക്കുന്ന പോലെ നിൽക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനൊരു കൈ വരയ്ക്കാം. എന്നിട്ട് ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കാം. ഓക്കെ, കൈയായി. ഇനി നമുക്ക് കാവൽമാലാകയുടെ കാല് വരയ്ക്കാം. കാല് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കണം. ഇപ്പുറത്തും ഒരു ലൈൻ വരയ്ക്കണം. എന്നിട്ട് ഇങ്ങനൊരു ഓവൽ ഷേപ്പിൽ വരയ്ക്കണം. ഇപ്പുറത്തും അതേപോലൊരു സർക്കിളൊക്കെ പോലത്തെ ഒരു നീണ്ട ഷേപ്പിൽ വരയ്ക്കണം. ഓക്കെ, ഇനി നമുക്ക് കാവൽമാലാകയുടെ ചിറക് വരയ്ക്കാവേ. ചിറക് വരയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു ലൈൻ വരയ്ക്കണം. ഇങ്ങനൊരു ലൈൻ വരയ്ക്കണം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ C പോലത്തെ ഷേപ്പിൽ ഇങ്ങനെ 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 ഇങ്ങനെ. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഒരു C ഇങ്ങനെ 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 ഇങ്ങനെ. ഓക്കെ, നമ്മൾ ഒരു ചിറക് വരച്ചു. നമുക്ക് അപ്പുറത്തെ ചിറക് വരയ്ക്കാം. അതിന് നമ്മൾ അതേപോലെ ഒരു ലൈൻ വരയ്ക്കണം ഇപ്പുറത്തെ സൈഡിലും. ഓക്കെ, ഓക്കെ, നമ്മൾ വരച്ചു. ഇനി ഇവിടെ വരച്ച പോലെ നമ്മൾ ഇപ്പുറത്തും ഇങ്ങനെ 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 വരയ്ക്കണം. ഓക്കെ, ഓക്കെ, നമ്മൾ 2 ചിറകും വരച്ചു. ഇനി നമ്മൾ എന്താ വരയ്ക്കണ്ടേ? കാവൽമാലാകയുടെ മുടി വരയ്ക്കണം. ഓക്കെ, കാവൽമാലാകയുടെ മുടി വരയ്ക്കാൻ വേണ്ടിയിട്ട്
യു ഒക്കെ തിരിച്ചിടത്തില്ലേ, അതേപോലെ നമ്മളിങ്ങനെ വളഞ്ഞൊരു വര വരയ്ക്കണം ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ വരച്ചു. ഇത് നമ്മള് ഇപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വരയ്ക്കണം. ഓക്കെ, ആണ് നമുക്ക് ഇങ്ങനെ ഇവിടെ കൊണ്ടേ മുട്ടിക്കാം. ഇപ്പുറത്തുനിന്നും ഇങ്ങനെ ഇവിടെ കൊണ്ടേ മുട്ടിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചിറകിന്റെ മുകളിൽ കൂടെ വരച്ചേ. അപ്പം അത് കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ചിറകിന്റെ മുകളിൽ കൂടെ ഇരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇറേസർ വെച്ചിട്ട് ആ മുകളിൽ കൂടെ വന്ന ഭാഗം നമ്മൾ മായ്ച്ചു കളയണം. ഓക്കെ ഓക്കെ, ഇപ്പൊ ബ്യൂട്ടിഫുൾ ആയില്ലേ? ഇനി നമ്മൾ വരയ്ക്കേണ്ട എന്താ വെച്ചാല്, കാൽമലയ്ക്കൊക്കെ തലയുടെ പുറകിൽ ഇങ്ങനെ ചൈതന്യമുണ്ട്, ഹെയിലോ എന്ന് പറയും. അപ്പൊ നമ്മൾ അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓ വരയ്ക്കാൻ അറിയത്തില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു നീണ്ട ഓ വരയ്ക്കണം. എന്ന് വെച്ചാൽ ഇങ്ങനെ സൈഡിലേക്ക് നീണ്ട ഒരു ഓ. ഓക്കെ, ഈ കാവൽമാലാഖയൊക്കെ സ്വർഗത്തിലായതുകൊണ്ട്, ദൈവത്തിന്റെ അടുത്തായതുകൊണ്ട് കാവൽമാലാഖയൊക്കെ കിട്ടുന്ന ഒരു പ്രത്യേക ചൈതന്യമാണിത്. ഓക്കെ, പിന്നെ നമുക്ക് ഈ കാവൽമാലാഖയുടെ നമ്മൾ ഈ പെൻസിൽ വെച്ച് വരച്ചതിന്റെ മുകളിൽ കൂടെ നമുക്ക് ബ്ലാക്ക് കളർ സ്കെച്ച് പെൻ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ കൂടെ വരയ്ക്കാം. ഓക്കെ, നമുക്ക് ആദ്യം കണ്ണു വരയ്ക്കാവേ. ഇനി നമുക്ക് കാവൽമാലാഖയുടെ കണ്ണിന് കളർ കൊടുക്കാം. അപ്പൊ നമ്മുടെ കണ്ണിനകത്ത് നമ്മൾ ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്ലാക്ക് കളർ മാർക്കർ എടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് കാവൽമാലാഖയുടെ മുടിക്ക് കളർ കൊടുക്കാം. അപ്പൊ ഞാൻ മാലാഖയുടെ മുടിക്ക് ബ്രൗൺ കളർ കൊടുക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. നിങ്ങളുടെ കാവൽമാലാഖയ്ക്ക് നിങ്ങൾക്ക് മുടിക്ക് എന്ത് കളറാണോ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ആ കളർ കൊടുക്കാം. ഓക്കെ, നിങ്ങൾ മാലാഖയുടെ മുടിക്ക് കളർ കൊടുത്തോ? ഓക്കെ, നമ്മൾ കളർ കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ, ഇനി നമുക്ക് കാവൽമാലാഖയുടെ കവള് നല്ല പിങ്ക് കളറല്ലേ, നമ്മളിങ്ങനെ നല്ല പിങ്ക് കളർ കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് മാലാഖയുടെ തലയുടെ ചുറ്റും ഒരു ലൈറ്റ് കണ്ടോ, ഈ ഒരു ഹെയിലോ കണ്ടോ? അപ്പൊ ഇത് ലൈറ്റ്, അതിങ്ങനെ തിളങ്ങും. അപ്പൊ നമുക്ക് അതിന് യെല്ലോ കളർ കൊടുക്കാം. അപ്പൊ ഒരു ഭംഗി ഉണ്ടാവില്ലേ കാണാൻ? ഓക്കെ, കൊടുത്തോ? ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? ഓക്കെ, ചേച്ചിക്ക് കാവൽമാലാഖയുടെ ഉടുപ്പിനും ചിറകിനൊക്കെ വൈറ്റ് കളറാണ് ഇഷ്ടം. പക്ഷെ നമുക്ക് മാലാഖയുടെ ചുറ്റിലും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്റ്റാർസ് വരയ്ക്കാം. ഓക്കെ, നിങ്ങൾക്ക് സ്റ്റാർ വരയ്ക്കാൻ അറിയത്തില്ല, സ്റ്റാർ വരയ്ക്കാൻ എളുപ്പമാണ്. സ്റ്റാർ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കണം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ച് ഇങ്ങനെ വരച്ച് മുകളിൽ കൂടെ വരയ്ക്കുന്നു. എന്നിട്ട് ഈ അറ്റവും ഈ അറ്റവും കൂടെ കൂട്ടിമുട്ടിക്കുന്നു, സ്റ്റാറായി. അങ്ങനെ നമുക്കൊരു കുറച്ച് സ്റ്റാർ വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇത്രയും സ്റ്റാർ വരച്ചു. കാരണം എൻ്റെ കാവൽമാലാഖ പറക്കാൻ പറ്റത്തില്ല. അപ്പൊ കാവൽമാലാഖ ആകാശത്തല്ലേ, അന്നേരം എൻ്റെ കാവൽമാലാഖ ആകാശത്ത് രാത്രി സമയത്ത്, അതുകൊണ്ട് കാവൽമാലാഖയുടെ ചുറ്റും കുറെ സ്റ്റാർ ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് സ്റ്റാറിന് കളർ കൊടുക്കാം. ഓക്കെ, ഞാൻ എൻ്റെ സ്റ്റാറിന് യെല്ലോ കളറാണ് കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ സ്റ്റാറിന് കളർ കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കളർ കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സ്റ്റാർ വരയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കാവൽമാലാഖയുടെ സൈഡിൽ പൂ വരയ്ക്കാം, മേഘം വരയ്ക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വരയ്ക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ മാലാഖനെ വരച്ച് കഴിഞ്ഞില്ലേ? എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ കാവൽമാലാഖനെ വരയ്ക്കണം. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴോ അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഒക്കെ നിങ്ങളുടെ കാവൽമാലാഖനോട് പറയണം, ഈശോയോട് പറയാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി വേറൊരു പടമായിട്ട് അടുത്ത ആഴ്ച കാണാം. ബൈ. നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഡ്രോയിങ് ആണല്ലേ ആര്യ ചേച്ചി നമ്മളെ പഠിപ്പിച്ചത്. എന്നാൽ നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ?
നമ്മുടെ അടുത്ത സെഗ്മെന്റ് ടീനേജേഴ്സിനും യൂത്തിനും ഉള്ളതാണ്. ലെറ്റ്സ് സോൾവ് ദ പസിൽ. സ്നേഹത്തിന്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും ആരായവാൻ കൊതിയായിടുന്നേ. നിൻ സ്നേഹത്തിന്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും ആരായവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. യേശുവേ നാഥാ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. യേശുവേ നാഥാ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. അപ്പൊ ഈ ഞായറാഴ്ച ഈ പാട്ട് തന്നെ പാടാല്ലേ, അഡോറേഷന്? എനിക്ക് പിന്നെ 2-3 പാട്ടും കൂടി നോക്കി വെച്ചേരെ. ഇൻ കേസ് ടൈം അധികം വന്നാലും നമുക്ക് അതും കൂടി ആഡ് ചെയ്യാലോ. എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നടാ? പോയി. ഇവര് പറയണ്ടായിരുന്നു കെമിസ്ട്രി പരീക്ഷയ്ക്ക് ഭയങ്കര പാടായിരുന്നു. ഇപ്പോഴാണേലും മറ്റേ ഏജൻസി വിളിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ ക്ലാസ് സമയത്ത് ഇവര് വന്നിട്ട് മറ്റേ ഫോമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ആന്നേ വലിയ തെറ്റിച്ചും കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പൊ എത്രാമത്തെ ആളെ വിളിക്കണമെന്നറിയോ? ജർമ്മനിക്ക് പോണോ, അയർലൻഡ് പോണോ, വേറെ ഇവിടെ UK നിന്നെ വിളിച്ചോ? ഞാൻ ആലോചിക്കണായിരുന്നേ ഇനിയിപ്പൊ ഡിഗ്രി ചെയ്ത് പഠിക്കാൻ പോണോന്ന്. ഇപ്പൊ ഡിഗ്രി മോൻ എന്ത് തോന്നുന്നു? എന്തെടുക്കാൻ പോണേ? മെഡിക്കൽ എടുക്കാൻ വേണ്ടി നേഴ്സിംഗാ? അതാകുമ്പോ സ്കോപ്പ് ഉണ്ടല്ലോ ജർമ്മനിയിലോട്ടൊക്കെ പോവാ. അപ്പളും ജർമ്മനിലേക്ക് തന്നെയാണല്ലേ? എല്ലാരും ജർമ്മനി തന്നെയാണ്. ഇവിടെ നിക്കാൻ ഉദ്ദേശമില്ല. ഇല്ല, ഇവിടെ എല്ലാരും പോണല്ലേ, ഞാനും പോണേ. ഞാൻ പറയട്ടെ, ഇന്നലെ തന്നെ എന്റെ വീടിനടുത്തുള്ള ആള് ദുബായിക്ക് പോയി. പിന്നെ ഞങ്ങളുടെ യൂണിറ്റിൽ എപ്പോഴും പാട്ട് പാടുന്നൊരു ചേച്ചി ഉണ്ടായിരുന്നേ. പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം പറഞ്ഞു വിസയുടെ കാര്യങ്ങളൊക്കെ അപ്രൂവ് ആയിട്ടുണ്ട്, ആ പുള്ളിക്കാരും പുറത്തേക്ക് പോവാന്ന് പറഞ്ഞു. ഇപ്പൊ നോക്കിയപ്പോഴേക്കും ഇപ്പൊ ഞാൻ മാത്രം നാട്ടിലുള്ളു. ഞാൻ നോക്കുമ്പോഴത്തേക്കേ എല്ലാരും ഇങ്ങനെ പഠിച്ച് പുറത്തേക്ക് പോകണം. അപ്പൊ അവര് പോകുമ്പോഴത്തേക്കും ഞങ്ങളുടെ അമ്മച്ചിക്ക് പറഞ്ഞത് അവർക്ക് പഠിച്ച് നല്ല നിലയിലായി, അവര് പുറത്തേക്ക് പോയി, എല്ലാം സെറ്റായി, നീ ഇങ്ങനെ നടന്നു നിക്ക. പഠിച്ചത് എല്ലാം വെറുതെ. നമ്മള് നോക്കുമ്പോ നമ്മളിപ്പോ വെറുതെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ വെറുതെ പുറത്തു പോകണം. എല്ലാവർക്കും ജോബ് ഉണ്ട്, പക്ഷെ ഇവിടെ നമുക്ക് ജോബ് കിട്ടണല്ലോ. പക്ഷെ ഉണ്ടല്ലോ അപ്പോഴും എനിക്ക് നമുക്ക് അറിയാൻ പാടില്ല പുറത്തു പോയിട്ട് എല്ലാവർക്കും ജോലി കിട്ടുന്നുണ്ട്, അവിടെ പോണെന്ന് മാത്രം നമുക്ക് കാണുള്ളു. ശരിയാണ്, എല്ലാരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര സ്റ്റോറി ഒക്കെ ഇടുന്നുണ്ട്. ഒരു ലൈഫ് ഭയങ്കര നമുക്ക് അറിഞ്ഞൂടല്ലോ. അതെ അതെ അതെ. പിന്നെങ്കിൽ എന്റെ ചേച്ചി കഴിഞ്ഞ ദിവസം പറഞ്ഞു ലൈക്ക് മാരേജിനൊക്കെ നോക്കുമ്പോഴത്തേക്കേ UK മറ്റേ PR അങ്ങനെ എന്തോ അങ്ങനെയുള്ള ചെക്കനെയാണ് നോക്കണമെന്നൊക്കെ പറഞ്ഞു. എന്താലേ നമുക്കൊക്കെ കിട്ടും എന്താരെങ്കിലൊക്കെ. ഇത് പറഞ്ഞപ്പോഴേക്കും ജെയിംസ് എങ്കിൽ എല്ലാ പോണേ. ജെയിംസ് എങ്കിൽ എവിടെ പോയിരുന്നു? ഞങ്ങള് ഇതില് യാത്ര ചെയ്യായിരുന്നു. അപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന കണ്ടു. എന്താണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതിന്റെ? ഞങ്ങള് ഇങ്ങനെ ആണോ? ഇവിടെ കൂടെ കൂടാ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എന്താണ് ചർച്ചാ വിഷയം? ഞങ്ങളെ ഇങ്ങനെ പുറത്തോട്ട് പോകണോ അല്ലെ ഇവിടെ നിന്ന് ഡിഗ്രി എടുക്കണോ എന്നൊക്കെ പറഞ്ഞാൽ ആലോചിച്ചിരിക്കണായിരുന്നേ. കുറെ ഡൗട്ട്സ് ഞങ്ങൾക്ക്. കാരണം പുറത്തു ആൾക്കാരൊക്കെ സെറ്റിൽ പെട്ടെന്ന് ആവണ്ട്. ഇവിടെ നിൽക്കണവരങ്ങനെ പെട്ടെന്ന് സെറ്റിൽ ആവണല്ല. കുറെ നാളിങ്ങനെ വെറുതെ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ് വെറുതെ നിൽക്കണ ഒരു അവസ്ഥയൊക്കെ തന്നെ. അപ്പൊ ഞങ്ങളിങ്ങനെ ആലോചിക്കണത് +2 കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നുള്ളത്. കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ എല്ലാവരും വിദേശത്തേക്ക് പോവുക, അല്ലെങ്കിൽ മൊത്തം യുവജനങ്ങൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു എന്ത് വേണമെന്ന് എടുക്കാനായിട്ട്. നിങ്ങളും തീരുമാനങ്ങളിലേക്ക് എത്തിയിട്ടില്ല അല്ലെ? ഇതുവരെ എത്തിയിട്ടില്ല. നമുക്കറിയാം ഇവിടെ 4 മേഖലകളിലാണ് കേരളത്തിൽ സാധ്യതകളുള്ളത്. അതിനെക്കുറിച്ച് കാര്യമായിട്ട് ആരും ചിന്തിക്കുന്നില്ല. ഒന്ന്, നമുക്ക് ഇവിടെ മെഡിക്കൽ ഫീൽഡിൽ ഡോക്ടേഴ്സ്,
ധാരാളം ഡോക്ടേഴ്സിന് ആവശ്യമുണ്ട്. അവർ ഫിനാൻഷ്യലി നന്നായിട്ട് സെറ്റിൽ ചെയ്തേക്കുന്ന ആൾക്കാരായിരിക്കും. അതേപോലെ തന്നെയാണ് IT മേഖലയിൽ IT പ്രൊഫഷണൽസ്. മൂന്നാമത്തേതാണ് ബാങ്കിങ് മേഖല. ബാങ്കിങ് മേഖലയിലും കേരളത്തിൽ സാധ്യതകളുണ്ട്. നാലാമത്തേത് നമുക്ക് ഗവൺമെന്റ് ജോബാണ്. ഗവൺമെന്റ് ജോബ് കിട്ടിയാൽ നമുക്ക് ഏതാണ്ട് ലൈഫ് സെറ്റ് ആണെന്ന് പറയും. പക്ഷെ ഈ 4 മേഖലകളാണ് ഇവിടെ നിലവിൽ വികസിച്ചിട്ടുള്ളത്. മറ്റ് മേഖലകളിൽ കേരളത്തിൽ വികസനം ഇല്ലാത്തത് കൊണ്ട് ആണ് എല്ലാവരും പുറത്തേക്ക് പോകുന്നത്. ഇപ്പോൾ വേറെ ഏത് മേഖലകളിൽ നോക്കിയാലും നമ്മൾ വിദേശത്തേക്ക് പോവുകയും അവിടെ സാധ്യതകൾ കണ്ടെത്തിയും നല്ല ശമ്പളത്തോടുകൂടി അവിടെ ജോലി ചെയ്യുകയും ചെയ്യും. പക്ഷെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഇങ്ങനെ കൂടുതൽ പേര് പോകുന്നത് കൊണ്ട് പല രാജ്യങ്ങളിലും കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക മേഖലയാണല്ലോ ഇതിന്റെ പിന്നിലെ ഒരു ലക്ഷ്യം. ഉയർന്ന ഒരു ശമ്പളത്തോടെ ജോലി ചെയ്യുക, ലൈഫ് സെറ്റ് ചെയ്യുക, ഒരു കംഫർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഇവിടെ ഒരു സാധ്യതയുള്ളത്, പിന്നീടുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ബിസിനസ് മേഖലയാണ്. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ഓൺടർപ്രണർഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, സ്റ്റാർട്ടപ്പും കാര്യങ്ങളൊക്കെ ചെറിയ സ്റ്റാർട്ടപ്പുകളൊക്കെ ചെയ്ത് അപ്പൊ അതും നല്ലോണം പ്ലാൻ ചെയ്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കഴിവെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പഠനത്തില് ഉന്നതമായ ഒരു മേഖലയിൽ എത്തണം. ഏത് മേഖലയിലാണെങ്കിലും ഇപ്പൊ നിങ്ങൾ ഡിഗ്രി +2 കഴിഞ്ഞു, ഡിഗ്രി എടുത്തു, അതിൽ തന്നെ നല്ല ടോപ്പ് സ്കോർ ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ PGയിലേക്ക് പോവുക. എന്നിട്ട് വേണം നിങ്ങൾ തീരുമാനം എടുക്കാനായിട്ട്. അപ്പൊ ഇപ്പോൾ തന്നെ +2 കഴിയുമ്പോൾ തന്നെ എല്ലാവരും പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പോകരുത്. നിങ്ങളുടെ ടാലന്റ് അനുസരിച്ച് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഒരു ഗോള് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഗോള് സെറ്റ് ചെയ്തതിന് ശേഷം വേണം അത് കേരളത്തിൽ വേണോ വിദേശത്ത് വേണോ എന്നുള്ളത്. ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞ ഇവിടെ ഒരു എഞ്ചിനീയർ, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ കേരളത്തിൽ നിന്നാൽ അദ്ദേഹത്തിന് കിട്ടാവുന്ന വളരെ തുച്ഛമായ ഒരു സാലറി കിട്ടുള്ളൂ. അതേസമയത്ത് അതേസമയത്ത് +2 കഴിഞ്ഞ പിള്ളേർ ബിസിനസ്സിന് ഇറങ്ങിയിട്ട് അതിനേക്കാൾ കൂടുതൽ സമ്പാദിക്കുന്നവരുണ്ട്. അപ്പോൾ ഒരു ഈ മെക്കാനിക്കൽ മേഖലയിൽ നിൽക്കുന്ന ഒരാള് കേരളത്തിലെ ജോലി സാധ്യത വെച്ചുകൊണ്ടിരുന്നാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. മറിച്ച് കേരളത്തിന് പുറത്തേക്ക് പോയാൽ ഡൽഹിയോ ബോംബെയോ ഹൈദരാബാദോ ഒക്കെ പോയാൽ മെക്കാനിക്കൽ ജോബ് സാധ്യതകൾ കൂടുതലുണ്ട്. അങ്ങനെ വെച്ചിട്ട് നമ്മളൊരു ലൈഫ് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാല് നമ്മള് ഇപ്പൊ ഏതൊരു ഫീൽഡാണെങ്കിലും ഈവൻ നമ്മളൊരു കൃഷി ഇറക്കിയാൽ പോലും എല്ലാം നമുക്ക് നീഡാണല്ലോ. അപ്പൊ നീഡിനനുസരിച്ചാണ് നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരണേ. എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ നീഡ് എന്താന്ന് ഐഡന്റിഫൈ ചെയ്യാതെ ആരോ കണ്ടുപിടിച്ച നീഡിലേക്ക് നമ്മളെല്ലാരും അങ്ങോട്ടേക്ക്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അതാണ്. അതായത് ഇപ്പൊ നേഴ്സായാൽ വിദേശത്ത് പോവാ. നേഴ്സ് എന്ന് പറഞ്ഞ ഒരാള് പഠിക്കാൻ ഒരു കുട്ടി നേഴ്സിംഗിന് ചേരുന്നതിന്റെ സ്റ്റാർട്ടിങ് ബിഗിനിങ്ങിൽ തന്നെയുള്ള എയിം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദേശത്ത് പോകാന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ ശുശ്രൂഷ ചെയ്യുക, അല്ലെങ്കിൽ ഇന്ത്യയിൽ സർവീസ് ചെയ്യുക എന്നുള്ളതൊന്നും ഒരു കുട്ടിയുടെ ഉള്ളിൽ മെയിൻ ആയിട്ട് നമ്മളിപ്പോ ഒരു സാധാരണക്കാരുടെ വീട്ടിലുള്ള ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, അപ്പൊ അവരുടെ ഒരു ലെവൽ ഓഫ് ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും നമുക്ക് നമ്മുടെ പൈസ വെച്ച് തന്നെ നമ്മളൊന്ന് ജീവിക്കുക എന്നുള്ളൊരു ഇതായിരിക്കും. ഇപ്പൊ 14,000 രൂപ നമുക്കൊരു സാലറി കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു 14,000 രൂപയിൽ ആ ഒരു മാസം കൊള്ളുക എന്നുള്ളത്. അപ്പൊ അവര് ചിന്തിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പോയിട്ട് ഇപ്പൊ ഒരു നേഴ്സ് ആയി കഴിഞ്ഞാൽ അതിലും മികച്ചൊരു സാലറി കിട്ടും, അപ്പൊ അതിനൊരു നല്ലൊരു ലൈഫ് നമുക്ക് അവിടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവരും പോണത്. അപ്പൊ നിങ്ങൾ അതിനെപ്പറ്റി എന്താ പറയാ? അത് തീർച്ചയായിട്ടും നമുക്ക് വീടിനോടുള്ള സ്നേഹവും നമ്മളെ പഠിപ്പിക്കാൻ അവരെടുക്കുന്ന എഫേർട്ടും എല്ലാം നോക്കിയിട്ട് നിങ്ങൾ കണക്കൂട്ടുന്നത് അത് തന്നെയാണ്. തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. എന്റെ വീടിന്റെ ഒരു സാമ്പത്തിക സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. അതിനുവേണ്ടി ആൾക്കാർ എന്തൊക്കെയാ ചെയ്യുന്നത്? കല്യാണം മാറ്റി വെക്കുന്നു, മറ്റു പല കാര്യങ്ങളും മാറ്റി വെക്കുന്നു, എന്നിട്ട് കടമെടുക്കുന്നു, കടമെടുത്തിട്ട് വിദേശത്തേക്ക് പോകുന്നു. അപ്പൊ ഈ ചെല്ലുമ്പോൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജർമ്മനിയാണ് ലക്ഷ്യം വെക്കുന്നത്, നേഴ്സിംഗിന് ജർമ്മനിയാണ് ലക്ഷ്യം വെക്കുന്നത്. അവിടെ ജർമ്മൻ പഠിക്കാതെ അവിടെ നേഴ്സായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, ഒരിക്കലും പറ്റില്ല. ലാംഗ്വേജ് വളരെ പ്രധാനപ്പെട്ടതാണ് ജർമ്മനിയിൽ. അപ്പൊ അതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പോകുന്നത് വീടിനെ കുറിച്ച് സ്വപ്നം കാണുന്ന എപ്പോഴും നല്ലതാണ്. ചെറുപ്പത്തിൽ തന്നെ ആ സ്വപ്നം ഉണ്ടാകണം. നിങ്ങളുടെ കരിയറിനെ കുറിച്ച് നിങ്ങൾക്ക് സ്വപ്നം ഉണ്ടാകണം. പക്ഷെ എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്താണ്, അതാണ് കണ്ടെത്തേണ്ടത്. അത് വളരെ വിവേകത്തോടെ ചെയ്യണം. പിന്നെ എൻ്റെ ടാലന്റ്, എനിക്ക് ഏത് മേഖലയിലാണ് എൻ്റെ ടാലന്റ്. മറ്റേ ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ ചെയ്താൽ അത് പലപ്പോഴും ബുദ്ധിമുട്ടിലേക്ക്, അങ്ങനെയാണ് ഒത്തിരി പേര് മുടക്കിയ പൈസ പോലും തിരിച്ചു കിട്ടാതെ ഒത്തിരി ബുദ്ധിമുട്ടിലും കടക്കണികളിലൊക്കെ ആകുന്നു. അപ്പൊ അതിലേക്ക് പോകരുത്. നമ്മുടെ ടാലന്റ് അനുസരിച്ച് അപ്പൊ നിങ്ങളൊരു കരിയർ നിങ്ങളുടെ ചേട്ടന്മാരുമായിട്ടോ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഇരുന്ന് സംസാരിച്ച്, പ്രൊഫഷണൽസ് ഒക്കെ ഉണ്ട്, നമുക്കുണ്ടല്ലോ, ഒത്തിരി പേരുണ്ടാവുമല്ലോ, അവരുമായിട്ട് ഇരുന്ന് സംസാരിച്ച് നിങ്ങളുടെ തൊഴിൽ മേഖല സെറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ. ഇപ്പൊ നാട്ടിൽ തന്നെ ആണെങ്കിലേ ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഗവൺമെന്റ് ജോലി കിട്ടണമെന്നില്ല, ബാങ്കും
മെഡിക്കലിങ്. അപ്പൊ നമ്മൾ എങ്ങനെ ഇരിക്കും ഈ ജോബ് ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കാനായിട്ട് പറ്റണേ? ഇപ്പൊ നമുക്ക് കേരളത്തില് 5% ഗവൺമെന്റ് സെക്ടറിൽ ജോലിയുള്ളൂ. 5% ഉള്ളൂ. അതും PSC വഴി PSC നല്ലോണം എഴുതി മാർക്ക് നല്ല ഹയസ്റ്റ് സ്കോർ ചെയ്ത് ചെന്നാൽ പോലും നമുക്കറിയാം കേരളത്തിലെ രാഷ്ട്രീയ സംവിധാനങ്ങൾ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ മൂലം ചിലപ്പോൾ തൊഴിൽ കിട്ടാതെ പോകുന്നുണ്ട്. അർഹതപ്പെട്ടവർക്ക് പോലും കിട്ടാതെയൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ഒരു ഗവൺമെന്റ് ജോബ് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഒരിക്കലും പോകരുത്. കാരണം ആകെ 5% ഉള്ളൂ. അപ്പൊ നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ ടാലന്റ് വൈസ് നമ്മൾ സെറ്റ് ചെയ്യണം. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറഞ്ഞ എൻ്റെ മോള് സ്നേഹ കൊച്ചുനാളിലെ തന്നെ മെഡിക്കൽ ഫീൽഡ് വേണമെന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ നോക്കുമ്പോൾ പുള്ളിക്കാരത്തേക്ക് താല്പര്യം എപ്പോഴും ഈ ദന്തിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും വായിൽ നോക്കുക, വായി നോക്കിയിരിക്കുക, പക്ഷെ പല്ലിന്റെ കാര്യങ്ങൾ സംസാരിക്കുക. അപ്പൊ ഞങ്ങള് പറഞ്ഞു എന്നാ മോള് അത് തന്നെ BDS തന്നെ നോക്കെന്ന് പറഞ്ഞു. അതിൽ ഫോക്കസ് ചെയ്തു. ഇന്നാള് കംപ്ലീറ്റ് ചെയ്തു, BDS കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോ ഡോക്ടറായിട്ട് ആള് വർക്ക് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു ഫോക്കസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോക്കസ് അതാണ്. നമ്മളൊരു ഫോക്കസ് വന്നിട്ട് അതിൽ നിന്ന് ഏൺ ചെയ്യാനും നമുക്ക് പറ്റും. അത് ഇവിടെ ആണെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ 4 മേഖലകളാണ്. ഒന്ന് മെഡിക്കൽ ഫീൽഡ്, രണ്ടാമത്തേത് IT ഫീൽഡ്, മൂന്നാമത്തേത് ബാങ്കിങ്, നാലാമത്തേത് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഈ 5% ഉള്ളൂ. പക്ഷെ നമുക്ക് ചെയ്യാം. പിന്നീട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് സ്റ്റാർട്ടപ്പുകൾ. നമ്മുടേതായിട്ടുള്ള ഒരു പദ്ധതികൾ രൂപപ്പെടുത്തി പുതിയ പദ്ധതികൾ കണ്ടെത്തി സ്റ്റാർട്ടപ്പ് ചെയ്യാന്നുള്ള റിസ്ക് ഉണ്ട് അതിൽ. കാരണം ഇംപ്ലിമെന്റ് ചെയ്ത് സക്സസ് ആവണം. അപ്പൊ അതുകൊണ്ട് അത് പലതവണ പ്ലാൻ ചെയ്ത് അതിന്റെ ഒരു എല്ലാ കരട് രൂപവും തയ്യാറാക്കി സക്സസ് ആണോ എന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് അതിലേക്ക് ഇറങ്ങേണ്ടത്. എടുത്തുചാടി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാനും ചിലപ്പോൾ ലോസ് വരാനും ഒക്കെ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾ നന്നായിട്ട് ഇപ്പോഴേ ചിന്തിക്കുന്നു. പക്ഷെ നമ്മുടെ ഈ കേരളത്തിലെ സാധ്യതകൾ ഉപയോഗിക്കണം. എന്നാൽ ഇവിടെ ഈ സാമ്പത്തികമായിട്ട് ഉയരാൻ സാധിക്കാത്ത മേഖലകളിൽ കൈവെക്കാതെ നിങ്ങളുടെ കുടുംബത്തിന്റെയും നിങ്ങളുടെ ജീവിതത്തിന്റെയും സുരക്ഷിതത്വം ഒക്കെ നോക്കിക്കൊണ്ട് വേണം തൊഴിലിലേക്ക് ഇറങ്ങാനായിട്ട്. ഓക്കെ, അപ്പൊ ഞങ്ങള് ഇവിടെ അഡോറേഷൻ ഉണ്ടല്ലോ ഈ ദിവസങ്ങളില്. അപ്പൊ അതിനുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാ. അല്ല, തീർച്ചയായിട്ടും ഇത് നല്ലതാണ്. ആരോഗ്യകരമായ ഡിസ്കഷനിലാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ധാരാളം ഈ ഏജിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. പക്ഷെ ഭയപ്പെടാതെ മുമ്പോട്ട് പോവുക, ധൈര്യത്തോടെ മുമ്പോട്ട് പോവുക, ശ്രദ്ധാപൂർവം ചെയ്യുക. എല്ലാ മംഗളങ്ങളും. നമ്മുടെ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും സംശയങ്ങളൊക്കെ കഴിഞ്ഞു. അവരിപ്പോ ഹാപ്പിയാണ്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ആർട്ട് ഗാലറി പഠിപ്പിച്ച ഡ്രോയിങ് എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കണേ. അപ്പൊ അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. അതുവരെ ബൈ ബൈ.